കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് രാജി സമർപ്പിച്ചേക്കും. ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന് പിന്നാലെയാണ് രാജി. DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാകും. ഹൈക്കമാൻഡ് തീരുമാനത്തിൽ കടുത്ത അതൃപ്തിയിലാണ് സിദ്ധരാമയ്യ അനുയായികളുള്ളത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നീക്കം. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ, രാജി ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് സിദ്ധരാമയ്യ. എപ്പോഴായിരിക്കും DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ? സിദ്ധരാമയ്യയുടെ രാജിയിൽ വലിയ പ്രതിഷേധം അദ്ദേഹത്തിന്റെ അനുയായികളുടെ ഭാഗത്തുനിന്നും ഉയരുന്നുണ്ടോ? വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് സിദ്ധരാമയ്യയുടെ പക്ഷം ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതായത് ദളിത് വിഭാഗത്തിൽ നിന്നും OBC വിഭാഗത്തിൽ നിന്നും ഒരാളെ തന്നെ തങ്ങൾക്ക് മുഖ്യമന്ത്രിയായി വേണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന് മുമ്പിലാകെ തന്നെയും ഈ സിദ്ധരാമയ്യ പക്ഷം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഈ പ്രഭാത വിരുന്നിന് DK ശിവകുമാർ അടക്കമുള്ള മന്ത്രിമാർ എത്തുകയും വലിയ വിരുന്ന് അവിടെ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സിദ്ധരാമയ്യ തന്നെ തുടരണം എന്നുള്ളൊരു നിർദ്ദേശം പല മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംഘടനയായിട്ടുള്ള അഹിന്ദ മന്ത്രിമാരുടെ യോഗത്തിലും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദളിത് നേതാവിന് കൂടുതൽ അവസരം നൽകണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് സിദ്ധരാമയ്യ രാജിവെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് നിലവിൽ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള G പരമേശ്വറിന്റെ പേര് നിർദ്ദേശിക്കണമെന്നുള്ള ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 3:30 കൂടി അദ്ദേഹം രാജിവെക്കും എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. ലോക്ഭവനിൽ എത്തി അദ്ദേഹം രാജി സമർപ്പിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ രാജിക്ക് പിന്നാലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിൽ കടുത്ത അതിർത്തിയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ സിദ്ധരാമയ്യയുടെ പക്ഷം.